ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കഴിഞ്ഞ സൂപ്പർ കപ്പിന് മുന്നേയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനായിക്കൊണ്ട് ഡേവിഡ് കാറ്റ്ല വന്നത്. അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് പരിശീലകനായിക്കൊണ്ട് റാഫ മോണ്ടനഗ്രോ ഉണ്ടായിരുന്നു. പിന്നീട് സൂപ്പർ കപ്പിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തായി. അതിനുശേഷം അസിസ്റ്റൻ്റ് പരിശീലകനായ റാഫ മോണ്ടനഗ്രോ മടങ്ങുകയായിരുന്നു. അതായത് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു എന്നുള്ളതാണ്. കേവലം 2 മാസം മാത്രമാണ് ചിലവഴിച്ചിട്ടുള്ളത്. അതിനുശേഷം ക്ലബ്ബ് ഒരു വിദേശ അസിസ്റ്റൻ്റ് പരിശീലകനെ ഇതുവരെ നിയമിച്ചിട്ടില്ല. നമുക്കറിയാം, ഇന്ത്യൻ അസിസ്റ്റൻ്റ് പരിശീലകനായിക്കൊണ്ട് ഇപ്പോൾ TG പുരുഷോത്തമൻ ഉണ്ട്. അതുപോലെ തന്നെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ച് ആയിക്കൊണ്ട് ഇപ്പോൾ ഉള്ളത് അലക്സ് മോറയാണ്. അതുപോലെ തന്നെ ഗോൾ കീപ്പിംഗ് പരിശീലകനായിക്കൊണ്ട് സാഞ്ചസും ഇപ്പോൾ ഉണ്ട്. ഇതിനു പുറമെ മറ്റു പരിശീലകരെ നിയമിക്കാൻ ക്ലബ്ബ് തയ്യാറായിട്ടില്ല. ഇതേക്കുറിച്ച് ഫാൻ അഡ്വൈസറി ബോർഡിൻ്റെ യോഗത്തിൽ അഭിഗ് ചാറ്റർജിയോട് ചോദിച്ചിരുന്നു. അതായത്, നമുക്ക് ഇപ്പോൾ ഒരു വിദേശ അസിസ്റ്റന്റ് പരിശീലകൻ ഉണ്ടോ? അത്തരത്തിലുള്ള ഒരു പരിശീലകനെ നിയമിക്കുമോ എന്നായിരുന്നു ചോദ്യം. അതിനുള്ള മറുപടി അഭിഗ് പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: ആർക്കൊപ്പം വർക്ക് ചെയ്യണമെന്ന കാര്യത്തിൽ ഡേവിഡ് കാറ്റ്ലക്ക് വ്യക്തമായ ധാരണകൾ ഉണ്ട്. ഏതെങ്കിലും ഒരാളെ കൊണ്ടുവന്ന് വിദേശ അസിസ്റ്റന്റ് പരിശീലകനായി കൊണ്ട് നിയമിക്കാനുള്ള ഒരു ഓപ്ഷൻ ഡേവിഡ് കാറ്റ്ലക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ശരിയായ പ്രൊഫൈലിന് വേണ്ടി കാത്തിരിക്കുകയാണ് അദ്ദേഹം അങ്ങനെ ധൃതി കൂട്ടുന്ന ഒരു വ്യക്തിയല്ല. നിലവിലെ സ്റ്റാഫിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഹാപ്പിയാണ്. നമുക്ക് ഇപ്പോൾ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് പരിശീലകൻ ഉണ്ട്, കൂടാതെ ഗോൾ കീപ്പിംഗ് പരിശീലകനും ഉണ്ട്. എല്ലാവരുമായും നല്ല കെമിസ്ട്രി വെച്ച് പുലർത്താൻ ആഗ്രഹിക്കുന്നവരാണ്. ശരിയായ ഒരു വ്യക്തിയെ ലഭിച്ചു കഴിഞ്ഞാൽ അസിസ്റ്റന്റ് പരിശീലക സ്ഥാനത്തേക്ക് നമ്മൾ അവരെ നിയമിക്കും. ഇതാണ് ഇപ്പോൾ അഭിഗ് ചാറ്റർജി പറഞ്ഞിട്ടുള്ളത്. അതായത്, വിദേശ അസിസ്റ്റന്റ് പരിശീലകൻ നിലവിലില്ല. എന്നാൽ അങ്ങനെ ഒരാളെ ധൃതി പിടിച്ചുകൊണ്ട് നിയമിക്കാൻ ഡേവിഡ് കാറ്റ്ല ഒരുക്കമല്ല. അദ്ദേഹത്തിന് അനുയോജ്യമായ ഒരു വ്യക്തിയെ ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ വിദേശ അസിസ്റ്റന്റ് പരിശീലകനെ കൊണ്ടുവരികയുള്ളൂ. നിലവിലെ കോച്ചിങ് സ്റ്റാഫിൻ്റെ കാര്യത്തിൽ കാറ്റ്ല ഹാപ്പിയാണ്, സംതൃപ്തനാണ് എന്ന് തന്നെയാണ് അഭിഗ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.